ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ ഇത്തിരി ദീർഘമേറിയ ശുശ്രൂഷയാണ്. അതുകൊണ്ടിട്ട് നിങ്ങൾ മടി കൂടാതെ, നിങ്ങൾ പിന്നോട്ട് ഒന്നും ചിന്തിക്കാതെ, നിങ്ങൾ പൂർണ്ണമായിട്ടും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ നിങ്ങൾ ഈ ശുശ്രൂഷ കേൾക്കുവാനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾ ചോദിക്കുക. പരിശുദ്ധാത്മാവാണ് നമ്മളെ ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മളൊക്കെ പ്രവേശിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾ ചോദിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ജഡത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും, നമുക്കിത് മതിയെന്ന് തോന്നും, നമ്മൾ അപ്പം തന്നെ ഇട്ട് കളയും. അതേസമയം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ ആത്മാവിൽ കേൾക്കുന്ന വചനത്തെ, അതിൻ്റെ പൊരുളുകളെ ഗ്രഹിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവാത്മാവാണ് നമ്മളെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പിക്കുന്നത്. ഇന്നത്തെ ചിന്തക്കായിട്ട് നമ്മളിന്ന് വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ടിട്ടാണ് ഇത്രയും വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടിട്ടാണ് ഇത്തിരി ദീർഘമേറിയതാണ് ഇന്നത്തെ ശുശ്രൂഷയെന്ന് ഞാൻ പറയാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ നമുക്കൊന്ന് ശ്രദ്ധയോടെ വായിക്കാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്നു പേരുള്ളൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവിടെ മുതൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു പറയുകയാണ്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ 3-ാം വാക്യത്തിൽ യേശു പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല, കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇത് ഈ യേശുവിനെ നമ്മൾ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ ഹിതമായി സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം. അന്ന് നമ്മൾ ദൈവത്തെക്കുറിച്ചോ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചോ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ദൈവങ്ങളെന്ന് വെച്ച് പലരിൽ ആശ്രയിച്ച് നമ്മൾ പോരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറിയത്, അതിൽ നിന്നും നമുക്ക് തിരിച്ചറിവ് ലഭിച്ചത് എങ്ങനെ? ഈ പുതുതായി ജനിച്ച ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചും ദൈവം അയച്ചിട്ട് വന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ചും, അതായത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. അല്ലാതെ വേറൊരു മധ്യസ്ഥനെയും ദൈവം ആക്കി വെച്ചിട്ടില്ല. ആ യേശുവിൽ മാത്രം നമ്മൾ വിശ്വാസവും പ്രത്യാശയും വെച്ചാൽ മതി. യേശുവിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൗതികമായും ആത്മീയമായും ശാരീരികമായ എല്ലാ മേഖലകളിലും യേശുവിലൂടെ നമുക്ക് വിടുതലും സൗഖ്യങ്ങളും ഉയർച്ചകളും ഉണ്ട് എന്നുള്ള ബോധ്യം, ആ തിരിച്ചറിവ് നമുക്ക് കിട്ടിയത് നമ്മൾ ഈ പുതുതായി ജനിച്ച ഒരനുഭവത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് നമ്മൾ പഴയ പാരമ്പര്യങ്ങൾ, ദൈവവചനത്തിന് വിരോധമായിട്ടുള്ളതിനെ പലതിനെയും നമുക്ക് ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ആ തിരിച്ചറിവ് നമുക്ക് കിട്ടി. അത് ഈ പറഞ്ഞ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് പുതുതായി ജനിച്ച ഒരവസ്ഥ. ഇനി അടുത്തത് യേശു പറയുന്നത് അതിൻ്റെ 5-ാം വാക്യം പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല.
അപ്പോൾ ദൈവരാജ്യത്തിൽ കടക്കുന്ന ഒരു സ്റ്റേജും കൂടി അടുത്തത് യേശു പറയുക. ദൈവരാജ്യം കാണുന്നതാണ് ആദ്യത്തെ സ്റ്റേജെങ്കിൽ ഇതിപ്പോൾ ദൈവരാജ്യത്തിൽ കടക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ ദൈവരാജ്യത്തിൽ കടന്നാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലുള്ള ദൈവത്താലുള്ള പിതാവായ ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങളും വിടുതലുകളും ഉയർച്ചകളും പൂർണ്ണമായിട്ടും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും, ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയും. കാരണം കാണുന്നവന് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ ശരിയാ, ഇതൊക്കെ ഈ വചനത്തിലൂടെ നമുക്ക് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് വചനപ്രകാരം നമുക്ക് തിരിച്ചറിവ് കിട്ടും. പക്ഷേ കടക്കുന്നവനെ അത് പ്രയോജനപ്പെടുത്തുള്ളൂ, കടക്കുന്നവന് മാത്രമേ അത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം കടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞാൽ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അപ്പം ജലത്താലുള്ളൊരു വീണ്ടും ജനനം കൂടി നടക്കണം. ആത്മാവിനാലുള്ള വീണ്ടും ജനനം ആദ്യം നമുക്ക് നടക്കും. അതിപ്പോൾ നമ്മൾ പുതുമനുഷ്യനായി തീരണേ 3 പറയുമ്പോൾ 3-ാം വാക്യത്തിൽ പറയുന്ന പോലെ നമ്മൾ ആത്മാവിലുള്ള ജനനം നമ്മൾ യേശുവിനെ ഹൃദയത്തിൽ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നടന്നു. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലുള്ളത് കാണാൻ തുടങ്ങി. അടുത്തത് ജലത്താലും ആത്മാവിനാലും. അപ്പോൾ ജലത്താലുള്ളൊരു വീണ്ടും ജനനവും കൂടി നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അപ്പോൾ ജലത്താലുള്ള വീണ്ടും ജനനം എങ്ങനെ നടക്കുന്നത്? അത് സ്നാനത്തിലൂടെ നടക്കുന്നത്. സ്നാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അടക്ക ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ പുറത്തെ മനുഷ്യനെ നമ്മൾ വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ, വെള്ളത്തിൽ മുക്കുമ്പോൾ അവിടെ ഒരു അടക്ക ശുശ്രൂഷ നടക്കുന്നത്. ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ പൊന്തി വരുമ്പോൾ എന്താ? നമ്മൾ പുതുമനുഷ്യനായി. പിന്നെ നമ്മൾ ജഡത്തിനനുസരിച്ച് പിന്നെ നമ്മൾ നടക്കുവാനുള്ളവനല്ല, പിന്നെ നമ്മൾ ആത്മാവിനനുസരിച്ച് നടക്കുവാനുള്ളവനാണ്. കാരണം നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നു. ക്രിസ്തു എന്ന് വെച്ചെന്നാൽ ആരാ? നമുക്ക് വേണ്ടി പാപപരിഹാരമായി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു. ആ യേശു ആരായി? നമുക്ക് വേണ്ടി ക്രിസ്തുവായി, വീണ്ടെടുപ്പുകാരനായി. ആ വീണ്ടെടുപ്പുകാരനോട് നമ്മൾ ചേരണേ, ക്രിസ്തുവിനോട് നമ്മൾ ചേരണേ. അപ്പോൾ ക്രിസ്തു പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്? ക്രിസ്തുവിന് ശരീരമുണ്ടോ? ഇല്ല. ക്രിസ്തു ആത്മാവായി, അല്ലേ? ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കറിയാം ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷനായത് ജഡശരീരത്തോടു കൂടിയല്ല, ആത്മാവായിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗ്ഗാരോഹണം ചെയ്ത് ആ യേശു ആരായിട്ടാണ്? ആത്മാവായിട്ടാണ്. ആ ആത്മാവാകുന്ന വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മൾ സ്നാനമേറ്റതെങ്കിൽ നമ്മൾ ഇനി ആത്മാവിനെ അനുസരിച്ചാണ് നടക്കേണ്ടത്, ജഡത്തെ അനുസരിച്ചല്ല നടക്കേണ്ടത്. ആ ഉദ്ദേശത്തോടുകൂടി, ആ വെളിപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ വചനത്തെ നമ്മൾ കാണേണ്ടത്. അതാണ് യേശു പറഞ്ഞത്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവരാജ്യത്തിൽ കടക്കുന്നൊരു വ്യക്തി പിന്നെ ജീവിക്കുന്നത് അവൻ ആത്മാവിലാണ് ജീവിക്കുന്നത്. ആത്മാവിൽ ജീവിക്കുക എന്ന് വെച്ചാൽ ദൈവവചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്നുള്ള എൻ്റെ അർത്ഥം. ഇനി ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കണം. അതാണ് നമ്മൾ റോമർ 8 നമ്മൾ വായിക്കുന്നത്. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിനായി തന്നെ. കണ്ടോ? അപ്പോൾ ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അത്ര അനുസരിച്ച് നടന്നാലും എന്ത് പറ്റും? ന്യായപ്രമാണത്തിൻ്റെ നീതി അനുസരിച്ചതായിട്ട് ദൈവം അവിടെ നമ്മളെ കണക്കിടും. ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മൾ അനുസരിച്ചതായിട്ട് ദൈവം കണക്കിട്ടാൽ എന്താ സംഭവിക്കുക? ആവർത്തന പുസ്തകം 28 പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, അതിൻ്റെ 1 മുതൽ 14 വരെ ഉള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. കാരണം നമ്മൾ ന്യായപ്രമാണം അനുസരിച്ചതിന് തുല്യമായിട്ടാണ് ദൈവം കാണുന്നത്. അവിടെ പറയുന്നത് എൻ്റെ വചനങ്ങളെ കേട്ട് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഇന്ന അനുഗ്രഹങ്ങളെന്ന് അവിടെ പറയുന്നുവെങ്കിൽ ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മൾ ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നമ്മൾ നടക്കണം. ഇനി നമ്മളതിൻ്റെ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ 6-ാം വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ഇനി ശ്രദ്ധിക്കണേ, ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു. കണ്ട, ആത്മാവിനാൽ ജനിച്ചവൻ അവൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നടക്കും, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കും, വചനപ്രകാരം നടക്കും. അവൻ്റെ പ്രവൃത്തികളും അവൻ ചെയ്യുന്നതൊന്നും ജഡത്തിലിരിക്കുന്ന വ്യക്തികൾക്ക്, ജഡത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലായെന്ന് വരില്ല. അതാണ് ഇവിടെ യേശു അവിടെ
അതുകൊണ്ടിട്ടാണ് യേശു ഇവിടെ ഇങ്ങനെ പറയുന്നത്, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു. കണ്ട, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മൾ ആത്മാവിനാൽ ജനിച്ചുവെങ്കിൽ ഇനി ജഡത്തെ നമ്മൾ സ്നാനത്തോടുകൂടി കുഴിച്ചിട്ടു. ഇനി നമ്മൾ ആത്മാവിനാൽ ദൈവത്തോടു കൂടി, ആത്മാവാവുന്ന ദൈവത്തോടു കൂടി നടക്കുക. അത് നടക്കുമ്പോൾ എങ്ങനെ? നമ്മൾ ദൈവവചനം പ്രകാരം. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശം നമുക്ക് ആവശ്യം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലാണ് നമ്മൾ നടക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും ദൈവമില്ല എന്ന് യോഹന്നാൻ തൻ്റെ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ടിട്ടാണ് യേശു പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ, എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. കണ്ടാ, അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ ജീവിതം, അത് പാറയിൽ, അതായത് പാറയെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ വാക്കാണ് പാറ. ആ പാറയിൽ അടിസ്ഥാനമിട്ട് അവൻ പണിതത് കൊണ്ട് അത് ഒരു കാരണവശാലും അത് ഇടിഞ്ഞു പോകത്തില്ല. എന്ന് വെച്ചാൽ അവന് നിത്യജീവൻ ഉറപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മണ്ണിൽ പണിതവരെക്കുറിച്ച് താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ മണ്ണിൽ പണിത് അത് കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, അത് മണ്ണിൽ പണിതതാകയാൽ അത് ഇടിഞ്ഞു പോയി. അതിൻ്റെ നാശം വലുതായിരുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അടുത്തത് നമ്മൾ 9 വീണ്ടും വായിക്കാൻ. അതിൻ്റെ 8-ൻ്റെ അവസാന വാക്യം പറഞ്ഞിങ്ങനെ, ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്നുത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നതുമില്ല. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നതും ഇല്ലാതാനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ ഇവിടെ പറഞ്ഞേട്ടാ, ഭൂമിയിലുള്ളത് അത് ദൈവരാജ്യം സംബന്ധിച്ച് ദൈവരാജ്യത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ചിട്ട് ഇവിടെ യേശു പറഞ്ഞു. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെന്നാ പറഞ്ഞത്? നീ പുതുതായി ജനിക്കണം. അടുത്തത് എന്താ പറഞ്ഞത്? ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഇത് പറഞ്ഞിട്ടും ഈ നിക്കോദേമോസിന്, അതായത് ജഡത്തിൽ നിന്ന് ചിന്തിക്കുന്നവന് ഇത് മനസ്സിലാവുന്നില്ല. ഇന്ന് നമ്മൾ പല ദൈവരാജ്യത്തിൻ്റെ പല മർമ്മങ്ങളും നമ്മൾ പലതും ഉപദേശിക്കുമ്പോൾ പലർക്കും ഇത് മനസ്സിലാവുന്നില്ല. കാരണം അവർ ജഡത്തിൽ നിന്നിട്ടാണ്, അവൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നിട്ടാണ് അവൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ടിട്ട് അവനിതിൽ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതാണ് ഇവിടെ യേശു പറയുന്നത്. ഭൂമിയിലുള്ള കാര്യമായിട്ടാണ് യേശു ഇവിടെ പറഞ്ഞത്. എന്തെന്ന് പറഞ്ഞാൽ, നീ പുതുതായി ജനിക്കണം, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഇതൊക്കെ വ്യക്തമായിട്ട് യേശു പറയുകയാണ്. അതായത് യേശു ഇവനോട് മുഖാമുഖം നോക്കി നിന്നാണ് ഇവിടെ സംസാരിക്കുന്നത്. പക്ഷെ ഇത് പറഞ്ഞിട്ടൊന്നും ഇവിടെ നിക്കോദേമോസിന് മനസ്സിലാവുന്നില്ല. കാരണം അവൻ ഇതെല്ലാം കേൾക്കുന്നതെല്ലാം അവൻ ജഡത്തിൽ നിന്നിട്ടാണ്, അവൻ്റെ ബുദ്ധിമണ്ഡലം വെച്ചിട്ടാണ് അവൻ അതിനെക്കുറിച്ചിട്ട് അവൻ ചിന്തിക്കുന്നത്. ആത്മാവിൽ അവന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ പുതുതായി ജനിച്ചിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ഇന്നും നമ്മൾ പലരോടും ഈ ദൈവരാജ്യമർമ്മങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ജഡത്തിൽ നിന്നും ഇത് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ അവർക്കിത് മനസ്സിലാകത്തില്ല. കാരണം ഇത് ദൈവവചനമാണ്, ഇത് ആത്മനിവേശിതമാണ്, ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടുകളാണ്. അത് ആത്മാവിൽ നിന്ന് ആത്മാവിൻ്റെ സഹായത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മുടെ ആത്മമണ്ഡലത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടത് ഒന്നാണ്. അല്ലാണ്ട് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ഇത് വെളിപ്പെട്ട് കിട്ടുകയില്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ നിവേശത്താൽ എഴുതപ്പെട്ട ദൈവവചനമാണ്. ആ ദൈവവചനം ആത്മനിവേശത്താൽ തന്നെ നമുക്കും അത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇവിടെ യേശു പറയുന്നത്, നീ പുതുതായി ജനിക്കണം. പുതുതായി ജനിച്ചെങ്കിലേ ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കഴിയൂ, ദൈവവചനത്തിൻ്റെ പൊരുളുകളെ ഗ്രഹിപ്പാൻ കഴിയൂ. അതുകൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും ശുശ്രൂഷയിൽ തുടങ്ങാൻ സമയത്ത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവെ എന്നിൽ വന്നറിയണമേ
കേൾക്കുന്ന വചനത്തിൻ്റെ പൊരുളുകൾ എനിക്ക് ഗ്രഹിപ്പിച്ചു നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവചനത്തിൻ്റെ പൊരുളുകൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ. കാരണം ദൈവരാജ്യം എന്ന് വെച്ചെന്നാൽ അത് ആത്മമണ്ഡലമാണ്. അതുകൊണ്ടിട്ടാണ് ഇവിടെ യേശു കർത്താവ് എന്നിട്ട് ഈ സമയം യേശു നിക്കോദെമോസിനോട് മുഖാമുഖം നോക്കി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തികളെ കണ്ടിട്ടാണ് ഇവിടെ ഈ നിക്കോദെമോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിക്കോദെമോസ് കാണുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് യേശു ഇവിടെ ഈ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ആമേൻ 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 ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നതുമില്ല. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. കേട്ടോ, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അതിന് ശേഷം യേശു ഒരു ഉദാഹരണം എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം പറയുകയാണ്. ഇനിയിപ്പോൾ വായിക്കാൻ പോകുന്ന വാക്യങ്ങളും ഈ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് വായിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് വിഗ്രഹങ്ങളെ വെക്കുന്നത് കുഴപ്പമില്ല എന്ന് ഉപദേശിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഇവർ ഈ ആത്മാവിൽ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇവർ ബുദ്ധി കൊണ്ടിട്ട് ഇത് മനസ്സിലാക്കുന്നു. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ അവർക്ക് തോന്നിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല. ഇവിടെ യേശു പറയുന്നത് ഇത് ദൈവരാജ്യത്തിൻ്റെ മർമ്മമാണ്. ഇവിടെ യേശു പറയുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാവുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടേണ്ടതിനത്രേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അപ്പോൾ ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നമുക്കറിയാം, മോശ പിത്തള സർപ്പത്തെ, ആ സർപ്പത്തിൻ്റെ രൂപം ഉണ്ടാക്കി മരുഭൂമിയിൽ ഉയർത്തിയത് എന്തിനാണ്? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, അല്ലേ, ദൈവവചനത്തിന് ദൈവഹിതത്തിന് വിരോധമായ പ്രവൃത്തികളെ ചെയ്തപ്പോൾ സർപ്പദർശനമുണ്ടായി. ദൈവത്തിൻ്റെ കോപത്താൽ സർപ്പദർശനമുണ്ടായപ്പോൾ അനേകർ മരിച്ചു വീണു. അതിന് ഒരു പ്രതിവിധി എന്ന വണ്ണം മോശയോട് ദൈവം കൽപ്പിച്ചതാണ് ഒരു പിത്തള സർപ്പത്തിൻ്റെ രൂപമുണ്ടാക്കി അതിനെ നാട്ടുക. അതുമേലേക്ക് നോക്കിയാൽ അവർ രക്ഷപ്പെടും. അങ്ങനെ മോശ ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണമെന്ന് പറഞ്ഞ മനുഷ്യപുത്രൻ, അതായത് ദൈവം അയച്ചിട്ട് വന്ന തൻ്റെ ഏകജാതനായ പുത്രൻ. മനുഷ്യപുത്രൻ എന്ന് വെച്ചാൽ ആരാ? ആ പുത്രൻ ക്രിസ്തുവായി നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്തു. ആ വീണ്ടെടുപ്പ് വില കൊടുത്ത ആ യേശുവിനെ, ക്രിസ്തുവിനെ ഉയർത്തണം. ക്രിസ്തുവിനെയാണ് ലോകത്തിൽ ഉയർത്തേണ്ടത്. നമ്മളൊരു കാര്യം അറിയണം, നമ്മളുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സഭകളിൽ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ക്രിസ്തുവിനെ ഉയർത്തിയെന്നാൽ, ക്രിസ്തുവിങ്കിലേക്ക് ആരെങ്കിലും ആകർഷിക്കപ്പെട്ടെന്നാൽ അവൻ നിത്യജീവനെ അവകാശമാക്കും, അവൻ രക്ഷ പ്രാപിക്കും. അതാണ് ഇവിടെ യേശു പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ യേശു പറയുന്നത് നമുക്കൊന്നും കൂടി വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, ഉയർത്തിയതുപോലെയാണ് മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ആരിൽ വിശ്വസിക്കുന്നവൻ? ക്രിസ്തുവിൽ, യേശുവിൽ വിശ്വസിക്കുന്നവൻ. അടുത്തത് വായിക്കുക, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള ആ സ്നേഹം അത്ര വലുതായിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി. ഈ പുത്രനെയാണ് ഇന്ന് ഉയർത്തേണ്ടത്. നമ്മൾ ഓരോ ശുശ്രൂഷകരും അറിഞ്ഞിരിക്കേണ്ടത് ഇതാ, ഈ പുത്രനെയാണ് ഉയർത്തേണ്ടത്, ക്രിസ്തുവിനെയാണ് ഉയർത്തേണ്ടത്, ക്രിസ്തുവിനെയാണ് നാട്ടേണ്ടത്. ക്രിസ്തുവിങ്കിലേക്ക് നോക്കുന്നവനാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ സഭകളിൽ അബ്രഹാമിനെയും
ദാവീദിനെയും മൊർദെഖായിനെയും യോസഫിനെ അല്ല ഉയർത്തേണ്ടത്, അവരെക്കുറിച്ചല്ല പ്രസംഗിക്കേണ്ടത്. അതൊക്കെ നിഴല. നമ്മൾ നിൽക്കുന്നത് പൊരുളില, ക്രിസ്തുവില. ഹല്ലേലൂയ, സ്തോത്രം. ഇത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ അടുത്തത് വായിക്കുക. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടേണ്ടതിനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമം ഏതാ? യേശു. ആ യേശുവിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ന്യായവിധി എന്നതോ, ഇത് ശ്രദ്ധിക്കണം, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. കണ്ട, വെളിച്ചം എന്ന് വെച്ചാൽ ആരാ? നമ്മുടെ യേശുവാ. ആ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ആ യേശു ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിച്ചു. അതായത് മനുഷ്യൻ ദൈവഹിതപ്രകാരം എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് യേശു ഈ ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഉപദേശിച്ചത്. ദൈവരാജ്യം സുവിശേഷിച്ചു കൊണ്ടിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലെ ശുശ്രൂഷ തികച്ചത്. തന്നിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാൻ പോകുന്നവർ, അല്ലെങ്കിൽ മനുഷ്യരാശി മുഴുവനും തന്നിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവർ ഈ ഭൂമിയിൽ ദൈവഹിതപ്രകാരം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് വന്ന യേശു നൽകിയ തൻ്റെ ഉപദേശങ്ങൾ, തൻ്റെ വചന ശുശ്രൂഷകളെല്ലാം. ആ ഉപദേശങ്ങളാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 5 മുതൽ നമ്മളിങ്ങോട്ട് വായിക്കുന്നത്. ഗിരിപ്രഭാഷണം മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന യേശുവിൻ്റെ എല്ലാ ശുശ്രൂഷകളും, യേശുവിൻ്റെ എല്ലാ പ്രവൃത്തികളും, ജീവിതശൈലി മുഴുവനും ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു. യേശുവാണ് വെളിച്ചം ആയ. ഹല്ലേലൂയ. ആ യേശു പറയുന്നു ശിഷ്യന്മാരോട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ഇവിടെ ഈ വെളിച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ്, ഈ വെളിച്ചത്തെ, ഈ ദൈവഹിതത്തെ, ദൈവത്തിൻ്റെ ഈ ദൈവവചനപ്രകാരമുള്ള, ദൈവ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിത ശൈലിയെ അത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണ്. ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരായി മാറുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ന്യായവിധി എന്നതോ, കണ്ട, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവന് എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. കണ്ട, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു എന്ന് വെച്ചെന്നാൽ ദൈവവചനത്തെ പകയ്ക്കും. ഹല്ലേലൂയ. ജഡത്തിൽ ജീവിക്കുന്നവനാണ് തിന്മ പ്രവർത്തിക്കുന്നവൻ. പുതുതായി ജനിച്ചവൻ, അവൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ അവൻ ദൈവവചനത്തെ അനുസരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അവൻ വെളിച്ചത്തിൽ നടക്കും. ഇവിടെ തിന്മ പ്രവർത്തിക്കുന്നവനാണ് വെളിച്ചത്തെ പകയ്ക്കുന്നത്. ഹല്ലേലൂയ. കാരണം എന്താ? തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. കണ്ട, തൻ്റെ പ്രവൃത്തികൾക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. കണ്ട, സത്യം പ്രവർത്തിക്കുന്നവൻ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അതായത് ദൈവഹിതപ്രകാരം, ദൈവവചനപ്രകാരം അവൻ ജീവിക്കുന്നത് കൊണ്ട് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വചന ശുശ്രൂഷ നമ്മളിത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് പുതുതായി ജനിക്കണം. പുതുതായി ജനിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശുവാണ് നമ്മുടെ പാപവിമോചകൻ. നമ്മുടെ ആത്മാവിൽ ഉള്ള പാപങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി, നമുക്ക് പാപമോചനത്തിനായി നമുക്ക് യേശു ക്രിസ്തുവിലൂടെയുള്ള, കാൽവരി ക്രൂശിൽ യേശു ചിന്തിയ രക്തത്തിലൂടെയുള്ള നീതി നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് ആ യേശുവിലൂടെയുള്ള പാപമോചനം, യേശുവിൻ്റെ ക്രൂശിലെ മരണം നമ്മളുടെ ഓരോരുത്തരുടെയും, എൻ്റെ വ്യക്തിപരമായി പറയും, എൻ്റെ പാപത്തിൻ്റെ പരിഹാരയാഗമാണെന്ന് ഞാൻ വിശ്വസിച്ച് എനിക്ക് ആ പാപമോചനം ലഭിക്കണം. അതിനായിട്ട് പാപവിമോചകനായ യേശുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കണം. അപ്പോഴാണ് നമുക്ക് പാപമോചനം കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ പുതുതായി ജനിച്ച ഒരവസ്ഥ നമുക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കും. അപ്പോൾ നമുക്ക് ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതൊരു പുതുതായി ജനിച്ച ഒരു അവസ്ഥയാണ്. അതിനുശേഷം യേശു പറയുകയാണ്, ജലത്താലും ആത്മാവിനാലും നിങ്ങൾ
വീണ്ടും ജനിക്കണം. എന്ന് വെച്ചാൽ സ്നാനമെടുക്കണം. സ്നാനത്തിലൂടെയാണ് നമ്മുടെ ജഡത്തെ നമ്മൾ സംസ്കരിക്കുക, കുഴിച്ചിടുക. ജഡത്തെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ ജഡം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജഡത്തിന് വല്ല വികാരങ്ങളോ വിചാരങ്ങളോ വല്ലതുണ്ടോ? ഇല്ല. പിന്നെ നമ്മളെങ്ങനെയാണ്? ആത്മാവിനനുസരിച്ചാണ് നടക്കേണ്ടത്. ആത്മാവിനനുസരിച്ച് നടക്കുന്നവനാണ് ദൈവവചനപ്രകാരം നടക്കുവാൻ തുടങ്ങും. ദൈവവചനപ്രകാരം നടക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നവനായിരിക്കും. വെളിച്ചത്തിൽ നടക്കുന്നവൻ ഇരുട്ടിനെ പകയ്ക്കും. ഇരുട്ടിനോട് നോ എന്ന് പറയും, അതായത് പാപപ്രവൃത്തികളോട് നോ എന്ന് പറയും. എന്നാലോ ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 19 അവസാനം നമ്മളിങ്ങനെയും വായിക്കുന്നുണ്ട്, മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവന് വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവൻ, അതിൻ്റെ 20 വാക്യം, അവസാനം അതിൻ്റെ 20 വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ അവന് വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. അപ്പോൾ തിന്മ പ്രവർത്തിക്കുന്നവനാണ്, ദൈവവചനം അനുസരിക്കാത്തവനാണ്, രക്ഷിക്കപ്പെടാത്തവനാണ്, പുതുതായി ജനിക്കാത്തവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ ഇഷ്ടപ്പെടുന്നു. എന്ന് വെച്ചെന്നാൽ ദൈവവചനത്തിൽ ഉപദേശത്തേക്കാൾ അധികമായി അവൻ ജഡത്തിൻ്റെ മോഹങ്ങൾ, ജഡത്തിൻ്റെ ഇച്ഛകളിൽ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. അതിൻ്റെ 20 വാക്യം അതുകൊണ്ടിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കിയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ ചെയ്തിരിക്കിയാൽ എന്ന് വെച്ചാൽ ദൈവവചനപ്രകാരം ഹല്ലേലൂയ അവൻ ജീവിക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ 2 കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പുതുതായി ജനിക്കണം. 2 ജനനമുണ്ട്, വീണ്ടും ജനനം. നിക്കോദേമസിനോട് യേശു പറഞ്ഞതാണ്, നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണില്ല. നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കിടക്കത്തില്ല. പലപ്പോഴും പലരും വിശ്വാസത്തിൽ വന്നിട്ടും അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം, ഭൗതികമായിട്ടും ശാരീരികമായി സൗഖ്യത്താലും ആത്മീയമായ പുത്തൻ വെളിപ്പാടുകളാലും അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ, ഉയർച്ച പ്രാപിക്കാത്തതിൻ്റെ കാരണം അവൻ്റെ ജീവിതത്തിൽ ഈ 2ാമത് യേശു പറഞ്ഞ ആ വീണ്ടും ജനനം നടക്കാത്തത് കൊണ്ടാണ്. ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം നടക്കാത്തത് കൊണ്ടാണ്. ജലത്താലുള്ള വീണ്ടും ജനനം നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുമ്പോഴാണ് ജലത്താലുള്ള വീണ്ടും ജനനം നടക്കുന്നത്. അതിന് 2ാമത് പറഞ്ഞ ഈ വീണ്ടും ജനന അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ കടന്നവനായിരിക്കും. ദൈവരാജ്യത്തിൽ കടന്നെങ്കിൽ ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങളും വിടുതലുകളും ഉയർച്ചകളും അവൻ അനുഭവിക്കുന്നവനായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ 2ാമത്തെ വീണ്ടും ജനനം നടക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്നവരായി നമ്മൾ മാറും. അതുകൊണ്ടിട്ടാണ് സഭയുടെ അടിസ്ഥാന ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. മത്തായിയുടെ സുവിശേഷം 28 അവസാന വാക്യങ്ങളിൽ അത് യേശു പറയുന്നുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊണ്ടും സകല ജാതികളെ ശിഷ്യരാക്കുവീൻ എന്നാണ് അവിടെ യേശു കർത്താവ് പറയുന്നത്. അതാണ് സഭയുടെ അടിസ്ഥാന ഉപദേശം. സഭയുടെ അടിസ്ഥാന ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.